ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളക്കടല കൊണ്ട് രുചികരമായ ഒരു മസാലക്കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ദോശയ്ക്കും ചപ്പാത്തിക്കും പുട്ടിനും നൂൽപുട്ടിനും എല്ലാം നല്ല കോമ്പിനേഷനായ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിനു വേണ്ടി 1 കപ്പ് വെള്ളക്കടല രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം. ഞാൻ 1 കപ്പ് കടലയ്ക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുക്കർ അടച്ച് സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 വിസിലടുപ്പിക്കാം കേട്ടോ. ഈ കടലക്കറി വറുത്തരച്ചാണ് വെക്കുന്നത്. അതുകൊണ്ട് 1/2 കപ്പ് നാളികേരം ചിരകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നാളികേരം വറുത്തെടുക്കണം. നാളികേരത്തിൻ്റെ കൂടെ വറക്കാൻ വേണ്ടി 5 ചുവന്നുള്ളി, 3 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചീഞ്ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചിരകി വെച്ച നാളികേരം ഇട്ട് കൊടുക്കാം. ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വെള്ളക്കടലക്കറി ആയതുകൊണ്ട് ഇതിൽ നിർബന്ധമായും ചേർക്കേണ്ട ഒരു ഐറ്റമാണ് ജീരകം കേട്ടോ. ജീരകം ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താലും മതി. ഇനി കുറച്ച് കുരുമുളക്. ഇതിൽ ജീരകവും കുരുമുളകും ഒക്കെ ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നാളികേരം നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഇത്രയും വറുത്താൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. മുളക് പൊടിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. എത്ര എരിവ് വേണോ അതിനനുസരിച്ച് ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ ചീഞ്ചട്ടിയിൽ തന്നെ ഇത് വെക്കരുത്. ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും കേട്ടോ. ചീഞ്ചട്ടിയുടെ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മസാല വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടു ഇതിങ്ങനെ പരത്തിയിടാം കേട്ടോ. പെട്ടെന്ന് ചൂടാറി കിട്ടും. ചൂടാറിയിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. കുക്കർ ഒന്ന് തുറന്നു. കടല നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മസാല തണുക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് വേണ്ട കുറച്ച് ചേരുവകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1 സവാള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തു. 3 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് മസാല നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മസാലയുടെ കൂടെ കുറച്ച് കടലയും കൂടെ ചേർത്ത് അരയ്ക്കാം. കടല ചേർത്ത് അരച്ചില്ലെങ്കിലും നാളികേരം ചേർത്തത് കൊണ്ട് തന്നെ നല്ല കൊഴുപ്പുണ്ടാവും. താല്പര്യമുള്ളവർക്ക് കടല ചേർത്ത് അരയ്ക്കാം, നിർബന്ധമില്ല. നാളികേരം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കണം. നാളികേരം വറുക്കാനെടുത്ത അതേ ചീഞ്ചട്ടി തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്നു. സവാള ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. നാളികേരമൊക്കെ വറുത്തിട്ടാണ് അരച്ചത്. എന്നാലും ഇതൊന്നിങ്ങനെ 1-2 മിനിറ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുന്നത് നല്ലതാട്ടോ. മസാല 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു.
ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൽ വെള്ളം തിക്നെസ് എത്ര വേണോ അതിനനുസരിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ മീഡിയത്തിലിട്ടിട്ട് 10 മിനിറ്റ് ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. 10 മിനിറ്റ് കറി നന്നായിട്ട് തിളപ്പിച്ചു. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം, കറി വാങ്ങി വയ്ക്കാം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നല്ല അടിപൊളിയായ നല്ല കടലക്കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളക്കടല കൊണ്ട് മസാലക്കറി തയ്യാറാക്കിയിട്ടില്ലാത്തവരൊന്ന് തയ്യാറാക്കി നോക്കൂ. ദോശയ്ക്കും ചപ്പാത്തിക്കും പുട്ടിനും നൂൽപുട്ടിനും ഒക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ള നല്ല രുചികരമായ കറിയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.